പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കും സംഘർഷങ്ങൾക്കും അയവ് വരുന്നില്ല. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ പ്രത്യേകിച്ച് സൈപ്രസ് തീരത്ത് വൻ സുരക്ഷാ വലയം ഒരുക്കിയിരിക്കുകയാണ് ബ്രിട്ടീഷ് നാവികസേന. ഇതിനായി അവർ രംഗത്തിറക്കിയിരിക്കുന്നത് തങ്ങളുടെ ഏറ്റവും കരുത്തുറ്റ യുദ്ധക്കപ്പലുകളിൽ ഒന്നായിട്ടുള്ള HMS ഡ്രാഗണിനെയാണ്. ശത്രുക്കളുടെ മിസൈൽ ആക്രമണങ്ങളെയും ഡ്രോണുകളെയും അതിവേഗ നീക്കങ്ങളിലൂടെ പ്രതിരോധിക്കുന്ന HMS ഡ്രാഗണിന്റെ ദൃശ്യങ്ങൾ റോയൽ നേവി, ബ്രിട്ടീഷ് നേവി പുറത്തുവിട്ടിട്ടുണ്ട്. ഏപ്രിൽ 25-നാണ് ഡ്രാഗൺ ഈ സുപ്രധാന പരിശീലനം നടത്തിയത്. ഡ്രോൺ ആക്രമണങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും തകർക്കുന്നതിനുള്ള പ്രത്യേക അഭ്യാസ മുറകളാണ് കപ്പൽ കാഴ്ചവെച്ചത്. ഇതിലെ സീ വൈപ്പർ മിസൈൽ സംവിധാനമാണ് ഡ്രാഗണിന്റെ ഏറ്റവും വലിയ കരുത്ത്. ആകാശത്ത് നിന്ന് വരുന്ന ഡ്രോണുകൾ, ഇറാന്റെ ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ എന്നിവയെ നിമിഷ നേരത്തിനുള്ളിൽ തകർക്കാൻ ഇതിന് കഴിയും. സൈപ്രസിന്റെ 5 ഇരട്ടി വിസ്തൃതിയിലുള്ള പ്രദേശം നിരീക്ഷിക്കാനും സംരക്ഷിക്കാനും ഈ ഒരൊറ്റ കപ്പലിന് ശേഷിയുണ്ടെന്നത് ഇതിന്റെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇതിനു പുറമെ വൈൽഡ് ക്യാറ്റ് ഹെലികോപ്റ്ററുകളും മാഡ് ലൈറ്റ് മിസൈലുകളും ഡ്രാഗണിന് പിന്തുണ നൽകുന്നുണ്ട്. 200ഓളം നാവികരാണ് ഈ അത്യാധുനിക ഡിസ്ട്രോയർ കപ്പലിലുള്ളത്. ബ്രിട്ടീഷ് അധീനതയിലുള്ള സൈപ്രസിലെ RAF അക്രൗദിരി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് ആകാശ കവചമൊരുക്കുക എന്നതാണ് ഡ്രാഗണിന്റെ പ്രധാന ദൗത്യം. ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആക്രമണ സാധ്യതകൾ കണക്കിലെടുത്താണ് ഈ ഒരു സുരക്ഷാ മുന്നൊരുക്കം ഉണ്ടാകുന്നത്. അടുത്തിടെ RAF അക്രൗദിരിക്ക് സമീപമുണ്ടായ ഒരു ഡ്രോൺ ആക്രമണം ബ്രിട്ടനെയും സഖ്യകക്ഷികളെയും കൂടുതൽ ജാഗരൂകരാക്കിയിരുന്നു. മാർച്ച് 10-ന് പോർട്സ്മൗത്തിൽ നിന്ന് യാത്ര തിരിച്ച ഡ്രാഗൺ മേഖലയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തതോടെ കേവലം ഒരാഴ്ചത്തെ തയ്യാറെടുപ്പോടെയാണ് എത്തിയത്. സാധാരണയായി 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രാരംഭ നടപടികൾ വെറും 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ നാവികസേനയുടെ നീക്കത്തെ ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പ്രത്യേകം പ്രശംസിച്ചിരുന്നു. ബ്രിട്ടൻ മാത്രമല്ല, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ഈ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. കടലിലെ സുരക്ഷയ്ക്കായി ഫ്രഞ്ച് വിമാനവാഹിനി കപ്പലായിട്ടുള്ള ചാൾസ് ഡി ഗല്ലയും ഇപ്പോൾ ഡ്രാഗണിനൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സൈപ്രസ് സന്ദർശിച്ചതും അവർക്ക് ഫ്രാൻസിന്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്നാൽ മറുവശത്ത് ബ്രിട്ടീഷ് നാവികസേനയിൽ സജീവമായിട്ടുള്ള യുദ്ധക്കപ്പലുകളുടെ എണ്ണം നിലവിൽ 5 കുറഞ്ഞത് പ്രതിരോധ മേഖലയിൽ ചെറിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. 100 കോടിയിലേറെ രൂപ ചെലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയ HMS അയൺ ഡ്യൂക്ക് എന്ന കപ്പൽ കഴിഞ്ഞ ഒക്ടോബറിന് ശേഷം കടലിൽ ഇറങ്ങിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ വെല്ലുവിളികൾക്കിടയിലും കിഴക്കൻ മെഡിറ്ററേനിയൻ മേഖലയിലെ മാറുന്ന യുദ്ധ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ബ്രിട്ടനും സഖ്യകക്ഷികളും പൂർണ്ണ സജ്ജരാണ് എന്നാണ് ഈ സൈനിക നീക്കം വ്യക്തമാക്കുന്നത്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഡ്രാഗൺ ഇറാന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്.